ഹായ് ഹലോ, എന്തൊക്കെ വിശേഷം? മഴക്കാലമൊക്കെ ആയില്ലേ? മഴയൊക്കെ ആവുമ്പോ നല്ല മൂടി പോച്ച് കിടന്നുറങ്ങാൻ തോന്നും അല്ലേ? അത് വേണ്ട കേട്ടോ. എനിക്ക് തൊണ്ടയ്ക്ക് കുറച്ച് പ്രശ്നമാണ്. കോൾഡ് ലേശം എഫക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും നമുക്ക് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു. പക്ഷെ ഇന്ന് ഞാനല്ല ട്ടോ ചെയ്യണത്. ഇന്ന് ഒരാളെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കാൻ പോവാ കേട്ടോ. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെയാന്നുള്ളത്. നമ്മള് സർഫസിൽ എപ്പോഴും നമ്മളിങ്ങനെ ഒരു ഒരു എക്യുപ്മെന്റും ഇല്ലാതെയല്ലേ ചെയ്തിരുന്നത്. പക്ഷെ ഇന്ന് നമ്മള് കുറെ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് നമ്മൾ വർക്കൗട്ട് ചെയ്യാണെന്നുള്ളത് കേട്ടോ. വേറൊരാളാ ചെയ്യണമെന്ന് മാത്രം. ഓക്കെ. ഇത്രയും നമ്മളിപ്പോ സാധാരണ കുറെ വീഡിയോസ് നമ്മൾ ചെയ്തു. തനിയെ നിന്നുകൊണ്ടും നമ്മള് കാർഡിയോ എയറോബിക്സ് രീതിയിലൊക്കെ നമ്മൾ ചെയ്തു അല്ലെ. അതേപോലെ തന്നെ അതിനെ കുറച്ചുകൂടി സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട്, ഒന്നും കൂടി ഒരു മാറ്റങ്ങളൊക്കെ വരുത്താൻ വേണ്ടിയിട്ട് കുറച്ച് എക്യുപ്മെന്റ്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്ത് അത് എന്താണെന്നും എന്തൊക്കെ രീതിയിൽ നമുക്ക് അതിനെ യൂട്ടിലൈസ് ചെയ്യാന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോസിൽ കാണിക്കുന്നത് കേട്ടോ. ഇതിൽ കുറേ വർക്കൗട്ടുകളൊക്കെ ഉണ്ട്. അതില് കുറച്ച് വർക്കൗട്ടുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മളിപ്പോ ഫസ്റ്റ് വീഡിയോ ഇടുന്നത്. ക്രമേണ നമുക്ക് വീട്ടിൽ കിട്ടുന്ന കുറെ കാര്യങ്ങൾ ഉപയോഗിച്ച് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കുറെ വർക്കൗട്ടുകളായിട്ട് ഇനി അടുത്തടുത്ത വീഡിയോസിലൊക്കെ വരാം. അപ്പൊ നോക്കാം നമുക്കല്ലേ. ആളെ കാണണ്ടേ? ഹായ് ഹലോ. നമ്മൾ ലാസ്റ്റ് ഒരു Q&A സെക്ഷൻ കഴിഞ്ഞതാണ്. ഓക്കെ, നമുക്ക് ഇന്നത്തെ വർക്കൗട്ട് പ്ലാൻ എങ്ങനെയാ നോക്കാം. ബൈ. അപ്പൊ നമ്മൾ പറഞ്ഞില്ലേ എന്തൊക്കെയോ എക്യുപ്മെന്റ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യണത് എന്നുള്ളത്. അതിന്റെ ഫസ്റ്റ് കാര്യമാണ് ഞാൻ പറയുന്നത്. ഇതിപ്പോ പല വീഡിയോയിലും നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. അപ്പൊ നമുക്കറിയില്ല ഇത് എന്ത് ഉപയോഗിച്ചിട്ട് അവർ ചെയ്യണമെന്നൊക്കെ പലർക്കും അറിയണ്ടാവില്ല. ഇത് സ്റ്റെപ്പറാണ്. സ്റ്റെപ്പർ എന്ന് പറയുമ്പോൾ നമുക്കിപ്പോ കോണിപ്പടിയൊക്കെ എപ്പോഴും നമ്മളിപ്പോ ഫ്ലാറ്റുകൾ അങ്ങനെയൊക്കെയുള്ള ജീവിതങ്ങളാകുമ്പോ കോണിപ്പടിയൊക്കെ കുറവായിരിക്കില്ലേ. അപ്പൊ നമുക്ക് അതിന്റെ ഒരു റിസൾട്ട് കിട്ടുന്ന രീതിയിൽ നമുക്ക് ഉപയോഗിക്കുന്നതാണ് സ്റ്റെപ്പർ. അപ്പൊ ഈ സ്റ്റെപ്പ് വർക്കൗട്ടുകളൊക്കെ നമുക്ക് അതിലിങ്ങനെ കയറിയും ഇറങ്ങിയും നിന്നും ഒക്കെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഇന്റൻസ് ആയിട്ട് ഫീൽ ചെയ്യും, കുറച്ചും കൂടി റിസൾട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ. അപ്പൊ ഇതില് കുറെ വർക്കൗട്ടുകൾ ഉണ്ടല്ലോ. അപ്പൊ അതിൽ കുറച്ചെണ്ണം നമുക്ക് ഒന്ന് ജസ്റ്റ് അവർക്ക് കാണിച്ചു കൊടുക്കാം. ഇതിപ്പോ നമുക്ക് ഇല്ലാച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വിഷമിക്കൊന്നും വേണ്ട. ഇതിൽ നമുക്ക് കോണിപ്പടിയൊക്കെ ഉണ്ടാവുമല്ലോ. ഒരു പ്രാവശ്യം ഞാൻ ഷോർട്സിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ നമ്മൾ കയറുന്ന സ്റ്റെപ്പ് അതിലേക്കൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. എനർജറ്റിക് ആയിട്ട് ചെയ്യാൻ അതിന് പലതരത്തിലെ അഭിപ്രായങ്ങളൊക്കെ വന്നിരുന്നു. ഞാനൊക്കെ കാണുന്നുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് വയ്യാത്ത ആൾക്കാർക്ക് എങ്ങനെ ചെയ്യും, വഹിക്കുന്ന ആൾക്കാർക്ക് എങ്ങനെ ചെയ്യും, അത് രണ്ടും ഉണ്ട്. ഓക്കെ. അപ്പൊ വഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടും എല്ലാവരും കൂടി ഉള്ളത് നമ്മൾ പ്രത്യേകം കാണിച്ചു തരാം കേട്ടോ. ഓക്കെ. അപ്പൊ സ്വാതി, നമുക്ക് ഓരോ സ്റ്റെപ്പായിട്ട് ഒന്ന് കയറി ഇറങ്ങിയ രീതിയിലുള്ള നമുക്ക് ആദ്യം ഒന്ന് കാണിച്ചു കൊടുക്കാം. അത് കുറച്ച് വയ്യാത്ത ആൾക്കാരൊക്കെ ഇത് മെല്ലെ മെല്ലെ ഫോളോ ചെയ്യാം കേട്ടോ. ഓക്കെ, റെഡി? വലത്തേക്കാലം വെച്ചോളൂ. റൈറ്റ്. വെക്കാം. 1 2 3 4 5 6 7 8. ഓക്കെ. ഇതിന്റെ അഡ്വാൻസ്ഡ് രീതിയിലേക്ക് നമുക്ക് ചെയ്യുമ്പോൾ കാലാദ്യം നമുക്ക് ജസ്റ്റ് ഇങ്ങനെ വെക്കുക, കുറച്ച് മിഡിലേക്ക് വെക്കുക. ഹിപ്പിന് കൈ കൊടുത്ത് തന്നെ ചെയ്ത് നോക്കുക. ആദ്യമൊക്കെ കാല് വെക്കുക നേരെ. 1 2 3 4 5 6 7 8 9 10. ഇതേപോലെ ആദ്യം ട്രൈ ചെയ്ത് നോക്കൂ. ഓക്കെ. 1 2 3 4 5 6 7 8 9 10. അങ്ങനെ ആദ്യം കുറച്ച് കൗണ്ടൊന്ന് സ്റ്റാർട്ട് ചെയ്യുക. നല്ലോണം കിതയ്ക്കും നമ്മള്. ഒരു 10 ഒക്കെ എടുത്തു കഴിഞ്ഞ് പിന്നെ മെല്ലെ ഒന്ന് റിലാക്സ് ചെയ്തൊന്ന് വാക്കിംഗ് ഒക്കെ മെല്ലെ നടന്നതിന് ശേഷം മാത്രം രണ്ടാമത്തെ സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോഴായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ബിഗിനിങ് സ്റ്റേജിൽ. ഈ വർക്കൗട്ടുകൾ ഉണ്ട് കേട്ടോ. ഒരു ക്ലാസ് ഫുള്ള് കൊടുക്കാനും അതിനപ്പുറമുള്ള വർക്കൗട്ടുകൾ ഉണ്ട്. പക്ഷെ നമ്മൾ കുറച്ചെണ്ണം സെലക്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ നമ്മൾ രണ്ടെണ്ണം ഓരോ കാലായിട്ട് വെച്ചില്ലേ. ഇത് തന്നെ നമുക്ക് 2 കാലും കൂടി വെക്കാം. എങ്ങനെയാണ്? അതിൽ ലേശം ജമ്പ് വരും. അപ്പൊ അത് കാൽമുട്ട് പെയിൻ ഉള്ളവര് അത്രത്തോളം ഇത് ചെയ്യണ്ട, പിന്നെ പ്രാക്ടീസ് ചെയ്യണ്ട. ഓക്കെ, കാല് ചേർത്ത് വെച്ചോളൂ രസ്വാതി. എന്നിട്ട് നമുക്ക് ഈ നേരോ സ്കോട്ട് കൊടുക്കാതെയും ചെയ്യാം, സ്ട്രെയിറ്റ് ആയിട്ടും ചെയ്യാം, അല്ലാതെയും ചെയ്യാം. അപ്പൊ ആദ്യം സ്ട്രെയിറ്റ് ആയിട്ട് ജസ്റ്റ് ഒന്ന് ജമ്പ് ചെയ്യും അതിന്റെ മേലേക്ക്. 1 ബാക്ക് 2 3 4 5 6 7 8 9 10. കണ്ടോ? സ്ട്രെയിറ്റ് ആയിട്ട് ചെയ്യാം. ഇത് തന്നെ നമുക്കൊരു നേരോ സ്കോട്ടോട് കൂടി ചെയ്യാം. ഓക്കെ, അതും ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കാം നമുക്ക്. ഓക്കെ, റെഡി? സ്റ്റാർട്ട്. 1 2 3 4 5. മനസ്സിലായില്ലേ? ഇതുപോലെ. ഇപ്പൊ നമുക്ക് ഓരോ കൗണ്ട് എടുക്കുമ്പോഴും നമ്മൾ എന്ത് ചെയ്യാ,
നമുക്ക് കഴിയുന്ന രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അല്ലാതെ ഇത് ആർക്കും പറ്റാത്തതായിട്ടോ ഒന്നുമില്ല കേട്ടോ. ഒരു കാര്യങ്ങളും അങ്ങനെ പറ്റാത്തതായിട്ടില്ല. നിങ്ങൾ ആദ്യം ആലോചിച്ചോളൂ. എന്ത് ചെയ്യുന്ന കാണുമ്പോഴും പലപ്പോഴും കമന്റ്സ് വരാണ്ട് ഇത് ഞങ്ങൾക്ക് പറ്റാത്തതാണ് അല്ലെങ്കിൽ ചെയ്യാൻ പറ്റാത്ത അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഇത് തന്നെ നമുക്കിപ്പോ നോക്കി നോക്കൂ. കുറച്ച് അഡ്വാൻസ്ഡ് അല്ലാത്ത രീതിയിൽ കാല് വെച്ചു. 1 2 ഇതേപോലെ പ്രാക്ടീസ് ചെയ്തൂടെ? ഇതിനെന്താ പ്രശ്നമുള്ളത്? അപ്പൊ ആ രീതിയിലൊക്കെ നമുക്ക് എങ്ങനെയാണ് ഓരോ വർക്കൗട്ടുകളും നമ്മുടെ ശരീരത്തിലേക്ക് ഫ്ലെക്സിബിൾ ആക്കുക എന്നുള്ളത് നമ്മൾ സ്വയം തീരുമാനിച്ച് തന്നെ ചെയ്യണം. അത് ക്രമേണ 5 കൗണ്ട് ആച്ച 5 കൗണ്ട്, 10 ആച്ച 10, അങ്ങനെ നമ്മളെ സ്റ്റാമിന കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് പ്രധാനപ്പെട്ട ഒരു വർക്കൗട്ട് അല്ലേ ജാക്സ് എന്ന് പറയുന്നത്. അപ്പൊ ജാക്സ് ചെയ്യുമ്പോൾ നമ്മൾക്ക് എപ്പോഴും ഇങ്ങനെ തന്നെ നമ്മൾ 1 2 ഇങ്ങനെയല്ലേ കൊടുക്കാറ്. അതിന് നേരെ മറിച്ച് നമ്മൾ ചെറിയൊരു ഒരല്പം ഉയരത്തിൽ നിന്ന് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന റിസൾട്ട് ഡിഫറെന്റ് ആണ് അല്ലേ? അപ്പൊ അതേ രീതിയിൽ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ആദ്യം നമുക്കത് വയ്യാത്ത ആൾക്കാർക്കുള്ള രീതിയിൽ മോഡിഫൈഡ് ആദ്യം കാണിച്ചു കൊടുക്കാം. കാല് ചേർത്ത് വെച്ചിട്ട് നിന്നുള്ളൂ എനിക്ക്. ഓക്കെ, കൈ ഓരോന്നായിട്ട് ചെയ്യാ, കാല് നീട്ടി വെക്കുക. ഓക്കെ 1 ഓക്കെ 2 3 എപ്പോഴും എണ്ണാനുള്ള ടെൻഡൻസി ഉണ്ടാവും കേട്ടോ. സ്വാതി 5 6 7 8 9 and 10. ക്ലിയർ ആയില്ലേ ഇപ്പൊ? ഇതുപോലെ. അപ്പൊ ഞാൻ അതിന്റെ അഡ്വാൻസ്ഡ് ഒന്ന് കാണിച്ചതോ. വളരെ എനർജറ്റിക് ആയ ആൾക്കാർ, ഇപ്പൊ 2 തരത്തിലെ ആൾക്കാരുണ്ട് അല്ലെ? ഇപ്പൊ ചിലവര് നമ്മളിപ്പോ പഠിപ്പിക്കുമ്പോ തന്നെ മനസ്സിലാവും, അയ്യോ അത് കൂടിപ്പോയി, അല്ലെങ്കിൽ ഇത് തീരെ പോരാ എന്ന് പറയുന്ന 2 ടീം ഉണ്ടാവും. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് രണ്ടും കാണിച്ചു കൊടുക്കണത്. ഓക്കെ, കാല് ചേർത്ത് വെക്കാം. ഓക്കെ, റെഡി? സ്റ്റാർട്ട് ചെയ്തോളൂ. ഞാൻ കൗണ്ട് ചെയ്യണോ? ഞാൻ കൗണ്ട് ചെയ്യാം അല്ലേ? ഇത് കുറച്ച് ഓക്കെ, റെഡി? സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, റെഡി? സ്റ്റാർട്ട്. 1 2 3 4 5 6 7 8 9 10. വെരി ഗുഡ്. ഇതന്നെ ഈ രീതിയിൽ കണ്ടോ. ഇതിപ്പോ നമുക്ക് എത്ര കൗണ്ടും കൊടുക്കാം. പിന്നീട് നമുക്ക് നല്ല ഈസി ആയിട്ട് വരും. അപ്പൊ ഇതൊക്കെ നിങ്ങൾ ഇങ്ങനെ ക്രമാക്കി കൊണ്ടുവരിക. അല്ലാതെ ഇതിപ്പോ നമുക്ക് അത് ചെയ്യാൻ പറ്റൂ, ഇത് ചെയ്യാൻ പറ്റൂ, ഇത് നിങ്ങൾക്കേ ചെയ്യാൻ പറ്റൂ, അങ്ങനെ ഒന്നുമില്ല കേട്ടോ. അത് നമ്മളെ പല സ്റ്റുഡൻസും പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പൊ നിങ്ങൾ അതിങ്ങനെ ക്രമേണ ക്ലിയർ ആക്കട്ടെ. ഇത് നമുക്ക് ഓൺലൈനിൽ വാങ്ങാൻ കിട്ടും. ചെറിയ എമൗണ്ടുള്ള, അധികം വലിയ എമൗണ്ട് ഒന്നും ഇല്ല കേട്ടോ. അപ്പൊ പറ്റുന്നവരൊക്കെ വാങ്ങിക്കോളും. ഓക്കെ, ഇനിയിപ്പോ സാധ്യത ഒരു ഐറ്റം ഇടാലോ നമുക്ക്. നിങ്ങൾ ഡാൻസിലൊക്കെ കൊടുക്കില്ലേ ഇങ്ങനെ 1 ഇങ്ങനെയൊക്കെ കൊടുക്കാല്ലേ? അതിപ്പോ ഇതിൽ എങ്ങനെ ചെയ്യാം? ഈസിയാണ്, നമുക്ക് നോക്കാം. 1 2 3 4 5 6 7 8 9 10. ഈസി. അപ്പൊ അത് ക്ലിയർ ആയില്ലേ? അപ്പൊ നമ്മള് ഡാൻസിലും ഉപയോഗിക്കാം, വർക്കൗട്ടിൽ ഉപയോഗിക്കാം, ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ അതേപോലെ തന്നെ ഡാൻസിന്റെ 1-2 ഇതും കൂടി നമുക്ക് കാണിച്ചു കൊടുത്താലോ? എങ്ങനെയാന്ന് വെച്ചാൽ എനിക്കറിയുന്ന സംഭവം ഞാൻ കാണിച്ചു തരാം. അതായത് നമ്മൾ ഈ കാലിനെ എങ്ങനെ 1 2 ഇതൊരു ഡാൻസിന്റെ ആ സ്റ്റെപ്സോട് കൂടി 3 4 അതിന് സ്വാധീനം ട്രൈ ചെയ്ത് നോക്കും. കാല് ഇടത്തെ കാല് വെച്ച് വലത്തെ കാല് പൊക്കണ രീതിയിലേക്ക് 1 2 3. ഇതൊക്കെ രസകരമായിട്ട് ചെയ്യുന്നുണ്ടെന്ന് വെച്ചാലും മുട്ടിനൊക്കെ നല്ല സ്ട്രെങ്ത് കിട്ടുന്ന രീതിയിലുള്ള വർക്കൗട്ടുകളാണ് കേട്ടോ. 6 7 8 9 and 10. അപ്പൊ ഇനി നെക്സ്റ്റ് നോക്കിക്കോളൂ കേട്ടോ. ഓരോരോ ഇതൊക്കെ നമ്മൾ കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് 30 തവണ 20 തവണ നല്ല എനർജറ്റിക് ആയവർക്ക് എത്ര കൗണ്ടൊക്കെ എടുക്കാം കേട്ടോ. പക്ഷെ നമ്മളിത് തുടക്കക്കാർക്കുള്ള രീതിയിൽ പഠിപ്പിച്ചു തരികയാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്കൊന്ന് കാണിച്ചു കൊടുക്കാം. ഓരോ കാലമായിട്ട് നമുക്ക് രസകരമായിട്ട് അതിന്റെ ഒരു മൂവ്മെന്റ് ബോഡിക്ക് കൊടുക്കാൻ പറ്റണത്. ഓക്കെ, ചെയ്തോളൂ സ്വാതി. നമുക്ക് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10. ക്ലിയർ ആയോ? ഇതൊക്കെ നമുക്കിപ്പോ പഠിക്കുന്ന രീതിയിൽ ക്രമേണ നമുക്ക് ഇതിനൊരു കോർത്തിണക്കിയിട്ട് കുറച്ച് വർക്കൗട്ടുകൾ കോർത്തിണക്കിയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് വരാട്ടോ. ഇതിപ്പോ ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണത് ചെയ്യേണ്ടത് ഞാനും പലപ്പോഴും സത്യം പറഞ്ഞ മുന്നേ ഒക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ടല്ലോ സ്വാതി, ഇത് എന്താ ഈ സാധനം എന്ന് പോലും അറിയാം. പലപ്പോഴും ഈ ഇംഗ്ലീഷുകാരൊക്കെ ചെയ്യുമ്പോ ഇത് എന്താ സാധനം എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഇതിനെ കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ വർക്കൗട്ടുകളും ഇത് ഉപയോഗിച്ചിട്ടും ചെയ്യാട്ടോ. അതേപോലെ തന്നെ നമുക്ക് നല്ല സ്ട്രോങ് ആയിട്ടൊക്കെ നമ്മളെ സ്റ്റൊമക്കിനും ഒക്കെ കിട്ടാൻ രീതിയിൽ നമുക്ക് മൗണ്ടൻ ക്ലൈംബർ കൊടുക്കാറുണ്ട്, പിന്നെ പ്ലാങ്ക് ജാക്സ് കൊടുക്കാറുണ്ട്, എല്ലാം കൊടുക്കാറുണ്ടല്ലേ. അതൊക്കെ ഇതിലും വെച്ചുകൊണ്ട് നമുക്ക് ചെയ്യാം. ഇപ്പൊ നമുക്ക് ബർബീസ് ചെയ്യാറുണ്ടല്ലോ, അതിന്റെ മോഡിഫൈഡ് ഫോം ഇപ്പൊ സ്വാതി കാണിച്ചു തരും. ഒന്ന് കാണിച്ചു കൊടുക്കൂ സ്വാതി അത്.
ഓക്കെ, നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് നിൽക്കാൻ തോന്നും. യെസ്, ഓക്കെ. ഓക്കെ. 1 2 3 4 5 6 7 8 again 1 2 3 4 5 6 7 8. വളരെ സിമ്പിൾ അല്ലേ? നമുക്ക് ആ ഒരു പിന്നെ സൂര്യ നമസ്കാരത്തിന്റെ പോലെ എല്ലാ സ്റ്റെപ്പുകളും നമുക്ക് വരുന്നുണ്ട് അതില്. ഇതിൽ നിന്ന് നമുക്ക് അഡ്വാൻസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നേരെ ജമ്പ് ചെയ്യുക, ടച്ച് ഇവിടെ വരിക, കാല് രണ്ടും ബാക്കിലേക്ക്, ഫ്രണ്ടിലേക്ക്, അപ്പ് 2 അപ്പ് 3. ആ രീതിയിൽ നമുക്ക് ഇതേപോലെ നമുക്ക് എത്ര വേണമെങ്കിലും ഈസി ആയിട്ട് കൊടുക്കാൻ ശ്രമിക്കുക. ഡിഫിക്കൽട്ട് ഫീൽ ചെയ്യാതെ ഈസി ആയിട്ട് കൊടുക്കാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, ടയർഡായോ സ്വാതി? കുഴപ്പമില്ലല്ലോ. നമുക്കൊരു നമുക്ക് അവിടെ കുഴപ്പമില്ല, നമ്മൾ വേരിയേഴ്സ് അല്ലേ? ഞാൻ സ്വാതിയുടെ കൂടെ നിൽക്കണത് ആലോചിച്ച് നോക്ക്. അപ്പോ പിന്നെ ഒരു മൗണ്ടൻ ക്ലൈംബറും ഒരു പ്ലാങ്ക് ജാക്സും കൂടി നമുക്ക് കാണിച്ചു കൊടുക്കാം. സാധാരണ പ്രതലത്തിൽ നമ്മളിങ്ങനെ കൈവച്ചിട്ട് പിന്നെ പ്ലാങ്ക് പൊസിഷനിൽ നിന്നിട്ടാണല്ലോ മൗണ്ടൻ ക്ലൈംബർ നിൽക്കുന്നത്. അതിന് പകരം നമ്മൾ ഈ സ്റ്റെപ്പിൽ കൈവയ്ക്കുമ്പോൾ കുറച്ചും കൂടി നമുക്കൊരു ഇൻക്ലൈൻഡ് ആയിട്ട് സ്ലോപ്പ് ആയിട്ട് കിട്ടുമ്പോൾ നമ്മളെ സ്റ്റൊമക്കിന് നന്നായിട്ട് കിട്ടും അത്. അപ്പൊ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചാലോ? മൗണ്ടൻ ക്ലൈംബർ കാണിക്കാം. ഓക്കെ, ഹാൻഡ് സെന്റർ വയ്ക്കാം. റൈറ്റ് ലെഗ് ബാക്ക്, ലെഫ്റ്റ് ലെഗ് ബാക്ക് സ്ട്രെച്ച് ചെയ്യാം. ഓക്കെ ഓക്കെ, റെഡി, സ്റ്റാർട്ട്. 1 2 3 4 5 6 7 8 9 10. കണ്ടോ, വളരെ ഈസി അല്ലേ? അത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ നിലത്ത് ചെയ്യുന്നേക്കാളും കുറച്ചുകൂടി സുഖകരമായിട്ട് ഇത് ചെയ്യാൻ പറ്റും തോന്നുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് അങ്ങനെ അതേത് അധികം അനങ്ങണവും ഇല്ലല്ലോ ആ രീതിയിൽ. ഇനിയിപ്പോ എന്റെ ഊഴാണ്, പ്ലാങ്ക് ജാക്സ് ആണ്. നോക്കിക്കോളൂ, കൈ ടച്ച് ചെയ്തു, റൈറ്റ് ലെഗ് ബാക്ക്, ലെഫ്റ്റ് ലെഗ് ബാക്ക് സ്ട്രെച്ച് ചെയ്തു. വയ്യാത്ത ആൾക്കാര് 1 2 3 4 5 നല്ല സുഖമായിട്ട് ചെയ്യാം, നല്ല ക്ലിയർ ആയിട്ട് ചെയ്യാം. ഇനി നോക്കിക്കോളൂ, പറ്റുന്നവര് 1 2 3 4 5 6 7 8 9 10. കണ്ടില്ലേ, ഇതേപോലെ ചെയ്യും. ഇതിപ്പോ എന്താന്ന് വെച്ചാൽ വല്ലഭന് പുല്ലുമായിട്ടെന്ന് പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ഈ പഠിപ്പിക്കുന്ന ആൾക്കാർക്ക് എന്ത് കണ്ടാലും അതൊരു ആയുധമായിട്ട് തോന്നും. ഞാൻ പലതും ഉപയോഗിച്ചിട്ട് വർക്കൗട്ടുകൾ കൊടുക്കാറുണ്ട് ക്ലാസ്സിൽ. അപ്പൊ അതേപോലെ തന്നെ നമുക്ക് വീട്ടിൽ നമുക്ക് സ്ത്രീകൾക്ക് ഒരു ബുദ്ധിമുട്ടില്ല അല്ലേ? സംഭവം മോപ്പ് സ്റ്റിക്ക് ആണ് കേട്ടോ. ഈ സ്റ്റിക്ക് ഉപയോഗിച്ച് സ്വാതി നമുക്ക് ഒരുപാട് വർക്കൗട്ട്. സ്വാതി പോയാൽ ശരിയാവില്ല. അപ്പൊ സ്വാതി കുറച്ച് അഭ്യാസങ്ങൾ ചെയ്യിപ്പിക്കുകയാണ്. അപ്പൊ സ്വാതിയും ഇതിൽ നല്ല എക്സ്പെർട്ട് ആണ് കേട്ടോ. അപ്പൊ ഇതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് പിടിച്ചുകൊണ്ട് ചെയ്യുമ്പോഴാണ് ഒരു ചെറിയ സാധനം പോലും നമ്മളെ കയ്യിലുണ്ടാവുമ്പോഴേ നമുക്കത് നല്ലൊരു ടോണിങ് ആയിട്ട് കിട്ടും. എപ്പോഴും ശ്രദ്ധിച്ചു നോക്കും. ഒരു നമ്മൾ ചുരിദാറിന്റെ ഷാളോ അങ്ങനെയൊക്കെ പിടിച്ച് ചെയ്യുമ്പോഴും നമുക്ക് ആ തനിയെ ചെയ്യുന്നേക്കാളും കുറച്ചുകൂടി ഡിഫറൻസ് വരും. അങ്ങനെയുള്ള കുറച്ച് വർക്കൗട്ടുകൾ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ചെയ്തോളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ക്രഞ്ച് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഞാനതിന്റെ സാധാരണ രീതിയിലുള്ളത് കാണിച്ചു തരാം. എന്താ നോക്കി നോക്കൂ. ഇങ്ങനെ നമ്മൾ ടച്ച് ചെയ്ത് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന് കൊടുക്കില്ലേ, അതിന് അതേപോലെ തന്നെ നമുക്ക് ഇതും ചെയ്യാം. 1 2 3 4 5 6 7 8 9 10. ഇനി അതിനെ കുറച്ചുകൂടി മോഡിഫൈഡ് ആക്കാൻ വേണമെങ്കിൽ സ്വാതി ഇങ്ങനെ പിടിക്കാം, ഇതിനെ ഇങ്ങനെ കൊടുക്കും. ഇങ്ങനെ കൈ നമ്മൾ കുറച്ച് നല്ല വൈഡ് ആക്കിയില്ലേ, അതിന്റെ കൈ കുറച്ച് ഇങ്ങനെ കൂടി കൊടുത്തിട്ട് 1 2 3 ആ രീതിയിലൊന്ന് കൊടുത്തു നോക്കൂ. കുറച്ചും കൂടി ചെയ്യാം. 1 2 3 4 5 6 7 8 9 10. ഇനി നമുക്കൊന്ന് ബോഡി ടിസ്റ്റ് കൊടുത്താലോ? അപ്പർ ബോഡി ടിസ്റ്റ്. ഓക്കെ, നമുക്ക് സാധാരണ ഈ ഭാഗത്തൊക്കെയാണല്ലോ നമുക്ക് വണ്ണം വരിക അല്ലേ? ഇവിടെ വണ്ണം വന്നിട്ട് നമുക്ക് ബെല്ലി ഫുള്ളായിട്ട് ഇങ്ങോട്ട് നിറഞ്ഞ പോലെ ഫീൽ ചെയ്യുക. അപ്പൊ ഇവിടെ നമുക്കൊരു ഷേപ്പ് ഉണ്ടായിരുന്നു, സ്വാധികം കണ്ടില്ലേ, ഒരു ഷേപ്പ് ഇല്ലേ? ആ ഷേപ്പ് തിരിച്ചു വരാൻ വേണ്ടിയിട്ടാണ് ഇത്തരം വർക്കൗട്ടുകൾ നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ ടിസ്റ്റ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10. കണ്ടോ, ഇതിപ്പോ എന്താ ഇതിന്റെ കാര്യം എന്ന് വിചാരിക്കണ്ടാവും. പക്ഷെ ഈ ഒരു സംഭവം സ്വാതി, ഇതിന്റെ ഒരു ബലം കിട്ടുമ്പോ നമുക്കറിയാം ടിസ്റ്റ് എത്ര വരെ പോകണം, എത്ര വരെ നമുക്ക് എത്താൻ പറ്റുക എന്നുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. ഇനി നോക്കിക്കോളൂ, ഇത് തന്നെ ഇപ്പൊ നമ്മൾ ചെയ്യാറുണ്ട്, ഓപ്പോസിറ്റ് ക്രഞ്ച് ചെയ്യാറുണ്ട്. 1 2 ഇങ്ങനെ ചെയ്യാറില്ലേ? അത് തന്നെ നമുക്ക് സ്റ്റിക്ക് ഉപയോഗിച്ച് നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ? ഓക്കെ, കാല് കുറച്ചകത്ത് വെക്കാം. ഓക്കെ, റെഡി, സ്റ്റാർട്ട് ചെയ്യാം. 1 2 3 4 5 6 7
8, 9, 10. കണ്ടോ? സോ ആദ്യം ഒറ്റ പ്രാവശ്യം ഒന്ന് ക്രഞ്ച് കൊടുക്കും, ഒറ്റ പ്രാവശ്യം ക്രഞ്ച് കൊടുക്കും. ഈ ഭാഗം കണ്ടോ? ആ നിൽക്കുന്ന നോക്കുക, ഈ ഇങ്ങനെ ഡയഗണൽ ആയിട്ട് നമ്മുടെ സ്റ്റൊമക്കിന് ഭയങ്കര ക്രഞ്ച് കൊടുത്തിട്ടാണ് വരുന്നത്. അത് വിത്ത് സ്റ്റിക്ക് ആകുമ്പോൾ ഭയങ്കര രസകരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതൊക്കെ സ്റ്റിക്ക് വർക്കൗട്ടുകളിൽ പെട്ടതാണ്. ഇനി വേറെ ഉള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ നമ്മൾ പിടിച്ചത് ഇത്രയും വരെയല്ലേ, ഇങ്ങനെയല്ലേ. അപ്പൊ നമുക്ക് ബോഡിക്ക് ഈ ഭാഗം നല്ലൊരു ടോണിങ് വരുത്താനായിട്ട് നല്ല സ്ട്രെച്ച് ചെയ്യാം. സോറി, എന്നിട്ട് സ്ട്രെച്ച് ചെയ്ത് നമുക്ക് നമ്മളെ കൈ വളയാതെ 1 ഇതേപോലെ നോക്കിക്കോളൂ, ഒന്നുകൂടി ക്ലിയർ ആയിട്ട് കാണിച്ചാൽ 1 സ്റ്റഡി, 2, 3 ഇതേപോലെ ഒന്ന് നോക്കി നോക്കൂ, ട്രൈ ചെയ്ത് നോക്കൂ. Okay. 1, ആ വളവ് വരുന്നുണ്ട്. 2, അതുപോലെ 3, 4, 5, 6, 7, 8, 9, 10. ഇത് അടുത്ത സൈഡിലേക്കും ഇതേപോലെ തന്നെ കൊടുക്കുക. അതേപോലെ രണ്ട് സൈഡിലേക്കും റൈറ്റ് ആൻഡ് ലെഫ്റ്റും കൊടുക്കുക. അപ്പൊ തന്നെ നമുക്ക് ഇവിടുന്ന് ഭയങ്കര ഒരു വലിവ്. കാരണം ഡാൻസ് ടീച്ചേഴ്സിനൊക്കെ അറിയണ്ടാവും, അവർക്ക് ഇവിടെ ആ ഒരു വൃത്തിയും ഭംഗിയും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ടീച്ചേഴ്സ് ഇങ്ങനെ ചെയ്യിക്കും നമ്മളെ ബാക്കിലേക്ക്. ഇനിയിപ്പോ നമുക്ക് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളിങ്ങനെ നല്ല ടോണിങ് കൊടുക്കുക അല്ലെ, നല്ല ഇങ്ങനെ സ്ലോലി സ്ട്രെച്ചും ഇതൊക്കെ ഡാൻസിലൊക്കെ ഉള്ളത് തന്നെയാണ്. അതാണ് ആ അരക്കെട്ടിന്റെ ഭാഗമൊക്കെ നല്ല ഭംഗി. ഡാൻസേഴ്സ് ആണോ എന്ന് ചോദിക്കാറില്ല, അതുപോലെ. അപ്പൊ അതേപോലെ തന്നെ ഇതിനെ കുറച്ച് ഫാസ്റ്റ് ആയിട്ടും കൊടുക്കാം സ്വാതി. നമുക്ക് ഫാസ്റ്റ് വർക്കൗട്ടുകൾക്ക് നമുക്ക് സ്റ്റൊമക്ക് കുറയ്ക്കാനും അങ്ങനത്തെ ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങനെയും കൊടുക്കാം. അപ്പൊ അതിന് വേണ്ടി നമ്മൾ ബോഡി സ്ട്രെയിറ്റ് ആക്കി വെക്കുക, കൈ രണ്ടും നല്ല സ്ട്രെച്ച് ചെയ്ത് സ്റ്റിക്ക് പിടിക്കുക. നമ്മൾ ഈ ബാക്കിലെ കാല് 1, 2 ടച്ച് ചെയ്യിച്ചു കൊടുക്കും. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, 1, ബോഡി കുറച്ചുകൂടി ടേൺ ചെയ്യാം, നമുക്ക് ലേശം കൂടി ഇങ്ങോട്ട് ടേൺ ചെയ്യാം. ഡയഗണൽ ആയിട്ട് വന്നോട്ടെ. ഓക്കെ, 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡ്, Opposite ഓപ്പോസിറ്റ് സൈഡിൽ. Opposite side. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇപ്പൊ എന്താ സ്വാതി, ഞാൻ അതില്ലാതെ ഒന്ന് ചെയ്യിക്കാം. ഒന്ന് ചെയ്ത് നോക്കാം, എന്താണ് ഡിഫറൻസ് നമുക്കൊന്ന് ഫീൽ ചെയ്യാം. ഹാൻഡ് ആയിട്ട് 1, 2, 3, 4, 5, 6, എന്ത് വ്യത്യാസം 7, തോന്നിയത് നോക്കൂ. 8. ഒരു സ്ട്രെച്ചിന് ലേശം ഒരു കുറവ് ഫീൽ ചെയ്തു അല്ലെ. കാരണം നമ്മളെ കയ്യിൽ ഒരു ചെറിയ സാധനം ഉണ്ടെങ്കിൽ പോലും നമ്മളെ ശരീരം നന്നായിട്ട് സ്ട്രെച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഇത് വളരെ സിമ്പിൾ ആണ് കാണുമ്പോൾ അല്ലെ. അതേപോലെ തന്നെ നമുക്ക് എല്ലാ വർക്കൗട്ടുകളും ഇപ്പൊ നോക്കി നോക്കൂ, ഇങ്ങനെ കൈ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്തിട്ട് കാലിങ്ങനെ മടക്കിയിട്ട് നേരെയും കൊടുക്കാം. നമുക്കത് ഡയറക്റ്റ് നമുക്ക് സ്റ്റൊമക്ക് 1, 2, 3, 4, 5, 6, 7, 8, 9, 10 കണ്ടോ, വളരെ ഡിഫറൻസ് ആയിട്ട്. ഇനി സ്വാതി നമുക്ക് ഒന്ന് ടിഷ്യൂ കൊടുത്താലോ, അതായത് കയ്യിൽ ഇങ്ങനെ പിടിക്കുക വടി, 1, 2, അതായത് ആ രീതിയിൽ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. കണ്ടോ. അപ്പൊ നമുക്ക് എവിടെയാ കിട്ടുന്നത്, ഈ ഒരു സൈഡ് അല്ലെ, ഇവിടെ കിട്ടാത്തൊരു ഏരിയ ആണത്. ആ ഭാഗത്തേക്ക് നമുക്ക് നല്ലൊരു മൂവ്മെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അനവധി വർക്കൗട്ടുകൾ ഉണ്ട്, പറയാൻ പറ്റില്ല, അത്രയും വർക്കൗട്ട് ഉണ്ട് സ്റ്റിക്കൊക്കെ ഉപയോഗിച്ചിട്ട്. ഇതിപ്പോ കുറച്ചെണ്ണം കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. ഓക്കെ സോറി, നമുക്ക് ഈ സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് നല്ല സ്ട്രെച്ചും കൊടുക്കാം. അപ്പൊ അതിൽ 1, 2 എണ്ണം കാണിക്കാം നമുക്ക്. അപ്പൊ ഈ സ്റ്റിക്ക് കുറച്ച് ഫ്രണ്ടിലേക്ക് വെക്കുക, നടു നന്നായിട്ട് പാരലൽ ആയിട്ട് സ്ട്രെച്ച് കൊടുക്കുക. അതായത് നടുവേദനക്കാർക്കൊക്കെ ഭയങ്കര ബെസ്റ്റ് ആണ് കേട്ടോ ഇത്. ഓക്കെ, റെഡി. സ്റ്റിക്ക് സ്റ്റേൺ ആയിട്ട് പിടിക്കുക. ഓക്കെ, കാല് കുറച്ച് പുറകിലേക്ക് വെക്കാം. ഓക്കെ, നന്നായി സ്ട്രെച്ച് കൊടുക്കും താഴേക്ക്. സ്ട്രെച്ച് മോർ കേട്ടോ. ഈ ഒരു ഇത് ബാക്ക് സൈഡ് നല്ല സ്ട്രെയിറ്റ് ആക്കി കൊണ്ടുവരാൻ നോക്കാം. 1, 2, 3. ഇപ്പൊ സ്റ്റിക്ക് വിറക്കുന്നുണ്ട് അല്ലേ, ആ ഒരു ഇത് അല്ലേ. ഓക്കെ, റെഡി. ഒന്ന് ട്രൈ ചെയ്യും, 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ആൻഡ് റിലാക്സ് ചെയ്ത് ബാക്കിലേക്ക് ഒന്ന് സ്ട്രെച്ച് ചെയ്യൂ. ബാക്ക് ഇത് തന്നെ നമുക്ക് മൂവ്മെന്റ് ആയിട്ട് കൊടുക്കാം കേട്ടോ. ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഒന്ന് കൊടുത്തു നോക്കൂ. ഫ്രണ്ട് ആൻഡ് ബാക്ക്. 1, ബാക്ക്, 2. കണ്ടോ, നമുക്ക് പോസ്ചർ കറക്റ്റ് ചെയ്യാനൊക്കെ നല്ലതാണ്. 3, 4, 5,
അല്ല സ്ട്രെച്ചുകളും നമുക്ക് ഇതേപോലെ തന്നെ കൊടുക്കും. അപ്പൊ നോക്കൂ, നമുക്ക് കിടന്നിട്ടും നമ്മൾ സാധാരണ വെറുതെ കാലൊക്കെ പൊക്കി ചെയ്യാറുണ്ട് അല്ലേ? പക്ഷെ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. നമ്മൾ ഇത്ര വരെ എത്തി. ചിലപ്പോൾ ആരും ഉണ്ടാവില്ലല്ലോ നമുക്ക് അവിടെ ടച്ച് ചെയ്യാനൊന്നും കാര്യങ്ങളൊന്നും. അപ്പോ ഇത്ര വരെ എത്തി എന്നുള്ളത് നമുക്ക് ക്ലിയർ ആക്കി എടുക്കാനും നമുക്കൊരു സാറ്റിസ്ഫാക്ഷനും അതോടൊപ്പം നല്ല റിസൾട്ടും. നോക്കി നോക്കൂ, കൈയെ സ്ട്രെയിറ്റ് ആയിട്ട് പിടിച്ചു. സോ അത് പാരലൽ ടു അവർ ഷോൾഡർ. ഓക്കെ, സ്ട്രെച്ച്. ദെൻ ഇടത്തെ കാലം മടക്കി വെക്കൂ. ആദ്യം ലെഫ്റ്റ് മടക്കി വെക്കൂ. റൈറ്റ് കൊണ്ട് ഒന്ന് ടച്ച് ചെയ്ത് ആദ്യം നോക്കി നോക്കൂ. അതെ, യെസ്, കണ്ടോ? ഇതുപോലെ നമുക്ക് കുറച്ച് കൈ ബാക്കിലേക്ക് പോകണ്ട, കൈ കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് സ്ട്രെച്ച് ചെയ്തു. ഓക്കെ, ഇനി ടച്ച് ചെയ്യൂ, ടച്ച് ചെയ്യൂ. 1, കണ്ടോ? 2, 3. ഇതേപോലെ നമുക്ക് ചെയ്യാം. അതേപോലെ തന്നെ 2 കാലും കൂടി നീട്ടി വെക്കൂ. 2 കാലും നീട്ടി വെക്കൂ. നമുക്ക് ട്രൈ ചെയ്തൊക്കെ 2 കാലും കൂടും. ഓക്കെ, റെഡി, സ്റ്റാർട്ട്. 1, വെരി ഗുഡ്, കണ്ടോ? 2, 3, കണ്ടോ? 4, ഇങ്ങനെ. അത് എന്താ അതിന്റെ വ്യത്യാസം എന്ന് വെച്ചാല് നമുക്ക് അവിടെ റിവേഴ്സ് സ്ട്രെഞ്ചും കിട്ടുന്നുണ്ട്, അതോടൊപ്പം നമ്മുടെ കാലുകൾ നന്നായിട്ട് പൊക്കാനും കഴിയുന്നുണ്ട് അല്ലെ? ആ ടച്ച് ചെയ്യണോ എന്നുള്ളൊരു പൊസിഷനും നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ ക്ലിയർ ആയില്ലേ? ഇതേപോലെ. ഓക്കെ, ഇനി കാല് മടക്കി വെക്കൂ. അപ്പർ ബോഡിക്ക് 2 കാലും നേരെ ചെസ്റ്റിലേക്ക് കൊണ്ടുവരിക. അത് ഏതാ? സ്റ്റിക്ക്. ചെസ്റ്റിലേക്ക് നേരെ പൊങ്ങിയിട്ട് നമ്മൾ നന്നായി ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുത്ത് പൊങ്ങാൻ ശ്രമിക്കാം. ക്ലിയർ ആയോ? ഇല്ല. അതായത് ഇപ്പൊ നമ്മളിങ്ങനെ കിടന്ന് സ്റ്റിക്ക് പിടിക്കും അല്ലെ? സ്റ്റിക്ക് പിടിച്ച് ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ആ സ്റ്റിക്കോട് കൂടി ഓക്കെ സ്ട്രെച്ച്. ഓക്കെ, റെഡി, സ്റ്റാർട്ട് ചെയ്യൂ. ട്രൈ. 1, അതന്നെ കുറച്ചുകൂടി മേലേക്ക് കൊടുക്കുക കേട്ടോ സ്റ്റിക്ക്. ഓക്കെ, 2, യെസ്, വെരി ഗുഡ്. 3, 4, 5, 6, 7, 8, 9, 10. കണ്ടോ? ഇതേപോലെ കുറേ വർക്കൗട്ടുകൾ ഉണ്ട്. ഇതൊക്കെ നമ്മളിങ്ങനെ വിരലിൽ എണ്ണാവുന്നത് കുറച്ചെണ്ണം സെലക്ട് ചെയ്തെന്നേ. വീട്ടിലൊരു വടി കിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ? അപ്പൊ നമുക്ക് ഒന്നുമില്ലെങ്കിൽ നമ്മളെ മോപ്പില്ലേ, മോപ്പിന്റെ സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട്, അപ്പൊ മോപ്പ് സ്റ്റിക്കാണ് ഇത് ഞങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഇതൊക്കെ പിന്നെ വലിച്ചെറിയുന്ന കാര്യങ്ങളെ കൊണ്ടൊക്കെ നമുക്ക് നന്നായിട്ട് തടി കുറയ്ക്കാവുന്നതാണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കൂ. ഇപ്പൊ നമ്മൾ സ്റ്റിക്ക് ഉപയോഗിച്ച് ചെയ്തില്ലേ? അപ്പൊ ഈ സംഭവമൊക്കെ ഒരാൾക്കും കിട്ടാത്തതല്ല, എല്ലാവരും. അപ്പൊ നമ്മളെ ക്ലാസ്സിലൊക്കെ എല്ലാവരും വാങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോ ഇല്ലെങ്കിൽ നമുക്ക് ബോട്ടിൽസ് എടുക്കുക, വെള്ളം നിറച്ചിട്ട് 1 ലിറ്ററിന്റെ ഒക്കെ ബോട്ടിൽ ഉണ്ടാവുമല്ലോ, അത് വെള്ളം നിറച്ചെടുക്കുക. എന്നിട്ട് ഇതേപോലെ തന്നെ ഇപ്പൊ നമ്മള് സ്വാതി സ്റ്റിക്ക് കൊണ്ട് ചെയ്ത പോലെ തന്നെ നമ്മൾ കൈ രണ്ടും ചെസ്റ്റിന് പാരലലായിട്ട് വെച്ചു. നേരെ 1, 2, 3, 4. ഇതേപോലെ കൈ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് എത്രയാണോ കഴിയുന്ന വെയിറ്റ്, ഇപ്പോ 1 കിലോ എന്ന് തുടങ്ങാം, 1.5 കിലോ എന്ന് തുടങ്ങാം, 2 കിലോ എന്ന് തുടങ്ങാം. നമുക്ക് എടുത്തു നോക്കിയാൽ മനസ്സിലാവും ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണോ. അപ്പൊ എപ്പോഴും സ്ത്രീകളൊക്കെ ആകുമ്പോൾ ഒരു 1 kg സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. ഇതേപോലെ തന്നെ നമുക്ക് ബോട്ടിൽസോ ഡംബിൾസ് വെച്ചിട്ട് ഇതേപോലെ ഇപ്പൊ നേരത്തെ സ്വാതി ചെയ്ത പോലെ 1, 2, 3, 4, 5 ഇങ്ങനെയൊക്കെ സ്റ്റാർട്ട്. ഇതിപ്പോ ആദ്യം നമുക്ക് പോസിബിൾ ആയിരിക്കില്ല കേട്ടോ. അപ്പൊ എന്ത് ചെയ്യാ? ഒരു കാല് മടക്കി വെക്കുക, സ്ട്രെച്ച് ചെയ്യുക, ടച്ച് ചെയ്യുക. 1, 2, 3, 4 ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് വരിക. കാല് മാറ്റി വെക്കുക, മറ്റേ കാല്. 1, 2. നിങ്ങൾ എപ്പോഴും ചെയ്യുമ്പോൾ മുട്ട് മടങ്ങാതെ, പലരും ചെയ്ത് കണ്ടിരിക്കുന്ന ഇങ്ങനെയൊക്കെ കൊണ്ടുപോയിട്ടല്ലാതെ മുട്ട് മടങ്ങാതെ സ്ട്രെച്ച് ചെയ്ത് ചെയ്യാൻ നോക്കുക. മുട്ടിനും കൂടി നല്ലതാണ് കേട്ടോ. ഓക്കെ, 1, 2, 3, 4, 5, 6, 7, 8. 1, 2, 3, 4, 5, 6, 7, 8. Jump. 1, 2, 3, 4, 5, 6, 7, 8. Squat. 1, 2, 3, 4, 5, 6, 7, 8. Leg open ചെയ്യുക. 1, 2, 3, 4, 5, 6, 7, 8. Hands. 1, 2, 3, 4, 5,
6, 7, 8. Hand open. 1, 2, 3, 4, 5, 6, 7, 8. 1, 2, 3, 4, 5, 6, 7, 8. Opposite leg. 1, 2, 3, 4, 5, 6, 7, 8. 1, 2, 3, 4, 5, 6, 7, 8. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Opposite. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അടുത്ത 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഹൈറ്റിൽ പിടിക്കുക. സ്ട്രെച്ച്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Left. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Down. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Side. Stretch here. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Other side. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Stretch here. Rotate. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Just opposite. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. കൈ നല്ല സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. കാൽ കൈ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അപ്പൊ നോക്കൂ, ആകെ വേർത്തൊട്ടിയിട്ട് ഒരു പരിവായിരിക്കണം. നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുണ്ടാവുമല്ലോ അല്ലെ? അപ്പൊ അത്രത്തോളം എഫക്റ്റീവ് ആണ് ആ സംഭവം. കാരണം ഉള്ളിൽ നിന്നൊക്കെ നമുക്ക് അതിന്റെ ചൂടെടുക്കണ പോലെ ഒരു പ്രതീതിയില്ലേ? അപ്പോ അതേപോലെ തന്നെ എല്ലാവരും ട്രൈ ചെയ്യുക. പിന്നെ ആരും വയ്യാത്തവർക്ക് എന്താ ചെയ്യുക, അങ്ങനെയുള്ള ഒരു കാര്യേ ചിന്തിക്കേണ്ട. അതിന്റെ എല്ലാ വർക്കൗട്ടുകൾക്കും മോഡിഫൈഡ് ഫോംസ് ഉണ്ട്. അപ്പൊ അതുപോലെ നമ്മൾ ശ്രമിച്ചു നോക്കുക. കുറച്ചുകൂടി കൗണ്ടൊക്കെ കൂട്ടിയെടുത്ത് അവരെ പോലെ തന്നെ എത്തിക്കാൻ നോക്കുക. അല്ലെ? നമുക്ക് പറ്റുന്ന എങ്ങനെയാണ് സ്വാതി? നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാവുന്ന എടുക്കാവുന്ന കാര്യങ്ങളൊക്കെ എടുക്കാം. സ്റ്റെപ്പ് ഉപയോഗിക്കാം. സ്റ്റെപ്പർ വാങ്ങാൻ കഴിയുന്നവരാണെങ്കിൽ അത് വാങ്ങും. വലിയ എമൗണ്ട് ഒന്നും ഇല്ല കേട്ടോ അതിന്. അപ്പൊ അതൊക്കെ മെല്ലെ ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. പിന്നെ എല്ലാവരും നല്ല ഹെൽത്തി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. മഴക്കാലാണ്, മൂടി പോയിച്ച് കിടന്നെന്ന് പറഞ്ഞാതെ നല്ല ഹെൽത്തി ആവുക, നല്ല ഹാപ്പി ആയിട്ട് നിൽക്കാൻ. ഹെൽത്തി ആയ ഹാപ്പി ആവും, ഉറപ്പാണ്. ഇനിയിപ്പോ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് കോമ്പറ്റീഷൻ വീഡിയോസ് ഒക്കെ വരുന്നുണ്ട്. മോർ മെമ്പേഴ്സിനെ ഉൾപ്പെടുത്തിയിട്ട് കോമ്പറ്റീഷൻ രസകരമായിട്ട് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോ ഇതുവരെ തന്ന എല്ലാ സഹകരണത്തിനും ഒരുപാട് നന്ദി. താങ്ക് യു.